ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത്. മാവൊന്നും കുഴച്ച് പരത്താതെ വളരെ എളുപ്പത്തിൽ കോരി ഒഴിച്ചുണ്ടാക്കുന്ന നല്ലൊരു ബണ്ണിൻ്റെ റെസിപ്പിയാണിത്. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും മനസ്സിലാവുള്ളൂ. ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ഗ്രാം കപ്പിന്റെ അളവിൽ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇളം ചൂടോട് കൂടിയിട്ടുള്ള പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി പാല് ചെറുതായിട്ടൊരു ചൂട് വേണം. ഇനി ഞാനിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ ഡ്രൈഡ് ഈസ്റ്റോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഇതുപോലൊരു വലിയ സ്പൂൺ അളവിൽ 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ 3 സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. 10 മിനിറ്റ് സമയം കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഈസ്റ്റൊക്കെ നല്ലോണം ഒന്ന് ആക്റ്റീവായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 250 ഗ്രാം കപ്പിന്റെ അളവിൽ 1.5 കപ്പ് മൈദ മാവാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഈ ഒരു കപ്പ് അളവിൽ മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് അളവ് കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നതെങ്കിൽ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ 1 കപ്പ് അളവിലുള്ള മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം 1/2 കപ്പ് അളവിൽ മാവ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ചൊരു വെള്ളത്തിന്റെ കുറവുണ്ട്. അതിനു മുമ്പായിട്ട് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിലേക്ക് ഇനി ഇതിലുള്ള മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് വെള്ളത്തിന്റെ കുറവുള്ളത് കൊണ്ടാണ് ഈ ഒരു അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും മതിയാവും വെള്ളം. ഇളക്കി കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഇളക്കി കൊടുക്കാന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ഇതേപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം. മാവൊന്ന് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയാണ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു അടപ്പെടുത്തിട്ടാണ് അടച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എയർ പോവാതിരിക്കാൻ വേണ്ടി ഒരു ക്ലിന്താപ്പ് വെച്ച് ടൈറ്റാക്കി കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാനിവിടെ 100 ഗ്രാം അളവിലുള്ള ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 50 ഗ്രാം അളവിൽ പഞ്ചസാര പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ബട്ടർ അലിഞ്ഞതായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് യോജിച്ച് കിട്ടിയത്. ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മാവിനേക്കാളും ഇരട്ടിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ പരുവം കാണിച്ചു തരാം. കയ്യിലുകൊണ്ട് കോരിയെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം. ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒന്നുകിൽ നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവ് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്നും ഇളക്കി ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടുകയും ചെയ്യും. ഈ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് എണ്ണയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കും. മാവ് ഈ കയ്യിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് മുകളിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒഴിച്ചു കൊടുത്ത മാവ് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഈ മാവ് പകുതി വേവാകുമ്പോൾ ഈ കയ്യിൽ നിന്നും ഇളകി വരും. ഇത് അധിക സമയമൊന്നും വേണ്ട വെന്ത് വരാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതൊരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇളക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഈ കയ്യിൽ എണ്ണയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും ഈ എണ്ണയിൽ കിടക്കുന്ന മാവൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് വെന്ത് വരാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ ഒരു ബണ്ണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബണ്ണിലെല്ലാം തന്നെ ഇതുപോലെ നടുഭാഗത്തൊന്ന് കീറിയതിന് ശേഷം അതിനകത്തേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ ക്രീം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്.
വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബന്നിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.